السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസീസ് 29/5/2015 നടത്തിയ ജുമാ ഖുത്ബയാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. മതത്തെ ആദരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇമാം അവർകൾ സംസാരിച്ചത്. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു സാധുക്കളുടെ അവകാശങ്ങൾക്ക് നാം മുന്തിയ പരിഗണന നൽകണം എന്ന്. അവരെ നമ്മുടെ സഹോദരങ്ങളായി കാണുകയും ചെയ്യണം. തൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി താൻ നേടുന്നതിൽ നിന്നും ഒരു വ്യക്തിയെയും മാറ്റി നിർത്തരുത്. വൈവിധ്യമാർന്ന കഴിവുകൾ മത്സരബുദ്ധിയോടെ പ്രയോഗവൽക്കരിക്കുമ്പോൾ അതിൻ ഫലമായി അത് ലോക പുരോഗതിക്ക് കാരണമായി തീരുന്നു. രാജ്യത്തെ ധനാഢ്യന്മാർ അവരുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം ഇസ്ലാം നിശ്ചയിച്ച പ്രകാരം സാധുജനക്ഷേമത്തിനായി നീക്കിവെക്കേണ്ടതാണ്. ബാക്കിയുള്ളവ തങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹ നിവർത്തിക്ക് ചെലവഴിക്കുന്നതിന് പകരം പൊതുജനക്ഷേമത്തെ മുൻനിർത്തി തൊഴിൽ മേഖലയിൽ മുടക്കുകയും ചെയ്താൽ അതിലൂടെ ലഭ്യമാകുന്ന ധനം കുന്നുകൂടുന്നതിനേക്കാൾ വിതരണം ചെയ്യുന്നതിലൂടെ അവർക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഹസ്രത്ത് ഖലീഫത്തുള്ള ക്ഷണിക്കുന്നത്. സമ്പത്ത് എന്തിനു വേണ്ടി സമാഹരിക്കണം, എന്തിനു വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം, എങ്ങനെ ധനം സമ്പാദിക്കണം, അത് ഏത് രീതിയിൽ ചെലവഴിക്കണം എന്നിത്യാദി കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ നിലയിൽ നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മഹോന്നതങ്ങൾ തന്നെ. വ്യക്തി അധിഷ്ഠിത ധനതത്വത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു. അതുപോലെ ഒരാൾക്കും ധനവാനാകുവാൻ കഴിയുകയില്ല. മറ്റുള്ളവരുടെ അധ്വാന പങ്ക് കൂടിയില്ലാതെ ഇതും ഇസ്ലാം അംഗീകരിക്കുന്നു. കാര്യം ഇങ്ങനെയായതിനാൽ ധനവാന്റെ ധനത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെക്കുകയും അത് ഗവൺമെൻറ്റിലൂടെ സാധുജനങ്ങളുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുവാൻ നൽകേണ്ടതുമാണ്. കാരണം ഈ ധനാഗമ ഉൽപാദനത്തിന് തൊഴിലാളിയുടെ പങ്ക് അനിഷേധ്യമായ സംഗതിയാണ്. ഇത് ഇസ്ലാമിൻ്റെ വ്യക്തമായ കൽപ്പനയാകുന്നു. അതുപോലെ ഇസ്ലാം രാഷ്ട്രത്തോട് കൽപ്പിക്കുന്നു, രാഷ്ട്രത്തിലെ ജനങ്ങൾക്കെല്ലാം ജീവിത ആവശ്യത്തിനുള്ള സാധനങ്ങൾ ലഭ്യമാക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ കടമയാണ്.
അത് ആർജിക്കുവാനുള്ള വഴികളും രാഷ്ട്രം തുറന്നു നൽകേണ്ടതാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യമാകാത്തിടത്തോളം കാലം ഇത് തൃപ്തികരമായ നിലയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയില്ല. ജനതയും ഗവൺമെൻറ്റും വ്യക്തികളെന്ന നിലയിൽ തങ്ങളുടെ തത്വങ്ങളും പെരുമാറ്റങ്ങളും തദനുസരണമായി മാറ്റേണ്ടിയിരിക്കുന്നു. അതെ, അനേകം അന്താരാഷ്ട്ര തർക്കങ്ങൾക്കും വഴിവെക്കുന്നത് അവർ പിന്തുടരുന്ന തെറ്റായ തത്വങ്ങളാണ്. ഭരണകൂടം വ്യക്തികളിൽ ഉണ്ടാകേണ്ട ധാർമ്മിക നിലവാരം സംബന്ധമായി ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത്. ലോക സമാധാനത്തിന് ഓരോ രാജ്യത്തിലെയും ജനങ്ങൾ തങ്ങളുടെ ഗവൺമെൻറ്റുമായി സഹകരിക്കേണ്ടതാണ്. അവരുടെ അവകാശ സംരക്ഷണത്തിനായി ആവശ്യം ഉന്നയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ അവകാശ സമരത്തിൽ പൊതുജീവിതം ദുസ്സഹമാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. ധാർമ്മിക നിലവാരത്തിന് നിരക്കാത്ത യാതൊന്നും ചെയ്യരുത്. ഗവൺമെൻറ് അധികാരികളെ അപായപ്പെടുത്തുവാനും പാടില്ല. അനേകം മതങ്ങളിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ ഉള്ളിടത്തോളം കാലം ലോക ജനത മതചടങ്ങുകൾക്ക് അടിക്കപ്പെടുന്ന ഘടികാരം പോലെ ഒരേ ശബ്ദത്തിൽ അടിക്കുകയില്ല. മതപരമായ അപസ്വരങ്ങൾ ഉയർന്നു വരാം. ഒരു പൊതുവിശ്വാസത്തിൻ്റെ പരിധിയിൽ ലോക ജനത അഥവാ ഭൂരിഭാഗം ഏകോപിക്കുന്നതുവരെ ലോകത്തെ യഥാർത്ഥ സൗഹൃദം സ്ഥാപിക്കപ്പെടുകയില്ല. ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാൻ എന്ത് ചെയ്യണം? ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാൻ അതിനുവേണ്ടി സർവശക്തനായ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുകയാണെന്ന് ഞാൻ വാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആയതിനാൽ എന്നിലൂടെ ഒരു വിശ്വാസ കീഴിൽ ജനങ്ങൾ ഒന്നിക്കട്ടെ. അങ്ങനെ ബാഹ്യമായും ആന്തരികമായും സമാധാനം കണ്ടെത്തട്ടെ. നോക്കൂ, ഇപ്പോൾ മനുഷ്യൻ ഒരു മതത്തിൽ ഉള്ളവർ പോലും സംഘടിതരല്ല. യഥാർത്ഥ മതവും അതിൻ്റെ ജീവിത രീതിയും, അതായത് ഇസ്ലാം, വ്യക്തികളുടെ മതങ്ങളുടെ സമുദായത്തിൻ്റെ മൊത്തത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, പുരോഗതി നൽകുവാൻ കഴിവുറ്റതാണ് എന്ന് ഉറപ്പ് നൽകുന്നു. താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നിരീക്ഷിക്കുക. 1. വിവിധ മതങ്ങളുടെ സ്ഥാപകരും നേതാക്കന്മാരും അവരവരുടെ അനുയായികളുടെ മനോവികാരങ്ങൾ എളുപ്പത്തിൽ ഇളക്കി വിടത്തക്ക നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാതിരിക്കുക. 2. മതപ്രബോധന രംഗത്ത് ഓരോ മതത്തിൻ്റെയും മിഷണറിമാർ അവരവരുടെ മതത്തിൻ്റെ മനോഹാരിത മാത്രം വിശദീകരിക്കുക. മറ്റൊരു മതങ്ങളെയും ആക്രമിക്കാതിരിക്കുക. തങ്ങളുടെ മതത്തിൻ്റെ സത്യത തെളിയിക്കുവാൻ മറ്റു മതങ്ങളുടെ കുറ്റങ്ങൾ തേടിപ്പോകാതിരിക്കുക. ഒരു മതത്തിൻ്റെ സത്യത സ്ഥാപിക്കേണ്ടത് അതിൻ്റെ തന്നെ മഹത്വപൂർണമായ അധ്യാപനങ്ങളിലൂടെ ആയിരിക്കണം. മറ്റു മതങ്ങളുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചാകരുത്. 3. ഒരു മതത്തിൻ്റെ അനുയായികൾ അവരവരുടെ മതത്തിൻ്റെ തത്വമായി പറയരുത്. അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് നേരിട്ട് അത് ലഭ്യമല്ലെങ്കിൽ തത്വവും അതിൽ തെളിവും അവരുടെ വെളിപാട് ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ എടുക്കേണ്ടതാണ്. ഈ തത്വത്തെ പൂർണ്ണമായും പിന്തുടരാതെ ഒരു മതത്തിൻ്റെ സത്യത സംബന്ധിച്ച് ശരിയായ തീരുമാനത്തിലെത്താൻ സാധിക്കില്ല. ഇത്തരം നിയന്ത്രണങ്ങളുടെ അഭാവം മൂലം ഒരു പ്രത്യേക മതത്തിൻ്റെ അധ്യാപനങ്ങളായി പറഞ്ഞിരിക്കുന്നത് ആ മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണോ എന്ന് കണ്ടെത്തുവാൻ പ്രയാസമാണ്. ഇനി മറ്റു മതങ്ങളെ സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളിൽ നിന്നും കിട്ടിയതാണോ അതോ ഈ കാലഘട്ടത്തിലെ ചിന്താസരണിയിൽ രൂപപ്പെട്ടതാണോ? മതാധ്യാപനങ്ങൾ സംശയരഹിതമായിരിക്കണം. ഓരോ മതത്തെക്കുറിച്ചും വാദിക്കുന്നവർ അവരവരുടെ മതാധ്യാപനങ്ങൾ അവരവരുടെ വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നും സമർപ്പിക്കട്ടെ. അവരുടെ വാദമുഖങ്ങൾ ആ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം.
അങ്ങനെയായാൽ പൊതുജനത്തിന് വിവിധ മതങ്ങളുടെ അവകാശവാദങ്ങൾ മനസ്സിലാക്കുവാനും അവർക്കൊരു തീരുമാനത്തിൽ എത്തിച്ചേരുവാനും സാധിക്കുന്നതാണ്. സത്യം പെട്ടെന്ന് വെളിവാകുകയും ചെയ്യുന്നതാണ്. മാർഗദർശനത്തിനായി ദൈവം ഒരു മതത്തിന് വെളിപാടുകൾ നൽകുകയാണെങ്കിൽ ആ മതത്തിൽ ഈ തത്വങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. വാദമുഖങ്ങൾക്കെല്ലാം പിൻബലം നൽകുന്നതുമാണ്. അങ്ങനെ ചെയ്യാത്ത പക്ഷം ആ മതം നമ്മെ സഹായിക്കുന്നതിന് പകരം അതിൻ്റെ സത്യത തെളിയിക്കുവാൻ നമ്മുടെ സഹായം ആ മതം ആവശ്യപ്പെടുന്നതായിരിക്കും. വിവിധ മതങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർ അവരുടെ മതാധ്യാപനങ്ങളുടെ ചുരുക്കം അവതരിപ്പിച്ച് തൃപ്തിയടയരുത്. പ്രവൃത്തിപഥത്തിലൂടെ വിശദീകരിച്ച് അതിൻ്റെ സത്ഫലങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അതിലൂടെ ജനങ്ങൾക്ക് ബോധ്യമാകും ഈ അധ്യാപനങ്ങൾ പിന്തുടരുന്നത് കൊണ്ട് വല്ല ഫലവുമുണ്ടോ ഇല്ലയോ എന്ന്. ഒരു മരുന്നിൻ്റെ ഘടകങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ പ്രവൃത്തിഫലം വിശദീകരിക്കുന്നതിലൂടെ രോഗശമന കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുന്നു. അതുപോലെ ഒരു മതത്തെപ്പറ്റി വിശദീകരിക്കുമ്പോൾ തന്നെ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നത് സംബന്ധമായി തെളിവുകൾ നിരത്തുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്നും ഇന്ന് എടുക്കുകയുണ്ടായത്. സമാധാനവും സൗഹാർദ്ദവും പരിപോഷിപ്പിക്കുവാൻ ഇവ സഹായകമാണ്. ഒരു അന്താരാഷ്ട്ര സമിതി ഇതിനെ അടിസ്ഥാനപ്പെടുത്തി രൂപകൽപ്പന ചെയ്യാവുന്നതാണ്. ഈ സമിതിയുടെ അടിത്തറ ഈ പറയപ്പെട്ട തത്വങ്ങളായിരിക്കണം. ഈ തത്വങ്ങളെ പരിഗണിക്കുമ്പോൾ ഓരോരുത്തരും ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതാണ്. ഇവയില്ലാതെ ഒരു അന്താരാഷ്ട്ര സമിതിക്ക് വിജയകരമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക, ചിന്തകളെ ആദരിക്കുക, മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുക, ഇതെല്ലാം അവശ്യ ഘടകങ്ങളാണ്. അങ്ങനെ ഈ തത്വങ്ങൾ ഇസ്ലാം നിർദ്ദേശിക്കുന്നതനുസരിച്ച് പ്രവൃത്തി പഥത്തിൽ എത്തിക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിലുള്ള സംശയത്തിൻ്റെ മറ നീങ്ങുന്നതാണ്. അങ്ങനെ ഓരോ മതങ്ങളെയും നിരാകരിക്കുകയും ഒടുവിൽ ഇസ്ലാമിൻ്റെ സത്യത വെളിവാക്കപ്പെടുന്നതുമാണ്. കാലങ്ങളിലൂടെ യാത്ര ചെയ്ത ഇസ്ലാം മാത്രമാണ് സമ്പൂർണ്ണ മതം. ഇസ്ലാം മാത്രമാണ് ലോകത്ത് അവതീർണമായ എല്ലാ മതങ്ങളുടെയും സത്യത ഉദ്ഘോഷിക്കുകയും അവയെല്ലാം തന്നെ ദൈവപ്രോക്തങ്ങളായിരുന്നുവെന്ന് സത്യപ്പെടുത്തുന്നത്. ഓരോ കാലങ്ങളിൽ ഓരോ ജനതയിലേക്ക് ദൈവനിയോഗിതർ വന്നുകൊണ്ടിരുന്നു എന്ന സത്യം വെളിവാക്കപ്പെട്ടത് ലോകത്തിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുവാനാണ് അവർ നിയോഗിതരായത്. മുൻകഴിഞ്ഞ അധ്യാപനങ്ങളെ എല്ലാം ഇസ്ലാം ഏകോപിപ്പിക്കുന്നു. കെട്ടുകഥകളെ പുറന്തള്ളുന്നു. ശരിയായ ധാർമ്മികത സ്ഥാപിക്കുന്നു. ശരിയായ സമൂഹ സൃഷ്ടിക്കു വേണ്ടി ജനങ്ങൾ ഇതിൻ്റെ പിന്നിൽ അണിചേരേണ്ടതാണ്. മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരേണ്ടതാണ്. ഇത് സാധ്യമാക്കണമെങ്കിൽ ജനം അജ്ഞതയാലുള്ള മൂടുപടങ്ങൾ നീക്കി പുറത്തു വരണം. അവരുടെ ഹൃദയങ്ങളിലും ബുദ്ധിയിലും ദർശനത്തിലും പ്രകാശം തുളച്ചു കയറണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഈ മറകൾ നീക്കം ചെയ്യട്ടെ. പ്രകാശം വീണ്ടും പ്രവേശിക്കട്ടെ. മാനവകുലം ഭൂമിയിൽ ഒരിക്കൽ കൂടി ആത്മീയ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ആമീൻ. ഈ പ്രഭാഷണത്തിൻ്റെ താൽപ്പര്യപ്രകാരം ലോകത്തിലുള്ള സമസ്ത മനുഷ്യർക്കും നന്മ വരുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനം ലോകത്ത് പടർന്നു പന്തലിക്കുവാൻ നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രവൃത്തിയിലൂടെ സൽഫലങ്ങളിലൂടെ ആയിരിക്കണം ആ മതവിശ്വാസം രൂഢമൂലമാകുന്നത്. എല്ലാ ജനവിഭാഗങ്ങളെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഈ തത്വസംഹിത ഒടുവിൽ വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ്. ജസാക്കുമുല്ലാഹ് ഹുസ്നൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.